എല്ലാവർക്കും നമസ്കാരം. തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഔപചാരികതകളൊന്നും ഇല്ല. എന്നും എപ്പോഴും എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ലോകമേ, ഇവിടെ വരെ എത്തിച്ച സ്നേഹമേ, മനസ്സ് നിറഞ്ഞു. ഇത് 40കളിലെ പ്രണയം എന്ന ചിത്രത്തിലൂടെ, കമലയിലൂടെ എനിക്ക് പറയാനുള്ളത് സിനിമയിൽ പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും നിറഞ്ഞ സന്തോഷത്തോടെയും ആശങ്കകളോടെയും ആകുലതകളോടെയൊക്കെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഏറെ വർഷക്കാലമായിട്ടുള്ള വളരെ ദുർഘടമായ വഴികളിലൂടെ യാത്ര ചെയ്ത് എത്തപ്പെട്ട നിമിഷമാണ് ഇന്ന് ഇവിടെ. 40കളുടെ പ്രണയത്തിലൂടെ സഞ്ചരിച്ച വഴികളെക്കുറിച്ച് പറഞ്ഞാൽ ഇന്നും നാളെയുമുള്ള സമയം എനിക്ക് മതിയാകില്ല. അത്തരം വർത്തമാനങ്ങൾക്ക് മറ്റൊരു വേദി ഉണ്ടായിരിക്കും, അല്ലെ ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് അധിക സമയം ദീർഘിപ്പിക്കാതെ നമ്മുടെ ചടങ്ങുകളിലേക്ക് കടക്കാം. ആരുടെയും പേരെടുത്ത് സമയം കളയുന്നില്ല. എത്തപ്പെട്ടവരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്ന, വേദിയിലും സദസ്സിലുമായി എത്തിയിരിക്കുന്ന എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്, പ്രത്യേക ക്ഷണിതാക്കളാണ്. അതുകൊണ്ട് ആർക്കും അങ്ങനെയുള്ളൊരു സ്വാഗതത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എത്തപ്പെട്ട എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ 40കളുടെ പ്രണയത്തിൽ 6 പാട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത്രയും പാട്ടുകൾ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിയിട്ടില്ല. സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പാട്ടുകൾ പുറത്തേക്ക് എത്തിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. അങ്ങനെയൊരു ദിവസമാണ് ഇന്ന്. ഓഡിയോ ലോഞ്ചും ഈ ചിത്രത്തിൻ്റെ ട്രെയിലറും ടീസറും ഇന്ന് ഇവിടെ പ്രകാശിതമാകുകയാണ്. അതിനുശേഷം ഈ സിനിമയുടെ ഒരു പാട്ട് ഇന്ന് തന്നെ യൂട്യൂബിൽ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ റിലീസാകും. എല്ലാവരും ആ പാട്ട് കാണുകയും കേൾക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ബാക്കിയുള്ള വർത്തമാനങ്ങളൊക്കെ പുറകാലെ പറയാം. എന്തായാലും ഇവിടെ നടുമുറ്റത്ത് ഇരിക്കുന്ന ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങാണ്. പ്രിയപ്പെട്ടവരെല്ലാവരും ചേർന്ന് ആ ദീപം തെളിയിക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഓരോ വർത്തമാനങ്ങളിലേക്കും കടക്കാം. താങ്ക് യു. സുഹൃത്താണ്
ഒരു കഥ പറയാനുമെന്നാണ് രമേശോട്ട് ഞാൻ പരിചയപ്പെടുന്നത്. രമേശിൻ്റെ സിനിമ ഇത്രത്തോളം എത്തി. അടുത്ത ആഴ്ച ഈ 13-ാം തീയതി റിലീസാണ്. എൻ്റെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാകും 40കളിലെ പ്രണയത്തിനും അതിലഭിനയിച്ചവർക്കും അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും പ്രിയപ്പെട്ട സുഹൃത്ത് രമേശിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വലിയ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രവീൺ സംവിധാനം ചെയ്തൊരു സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പോയപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു രമേശ്. അങ്ങനെയാണ് രമേശിനെ പരിചയപ്പെടുന്നത്. അന്ന് മുതലുള്ളൊരു വളരെ നല്ല സൗഹൃദമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ. എനിക്ക് 40ലെ പ്രണയം എന്തായാലും കാണണം എന്ന് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഇതിൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ. കാരണം എനിക്ക് 40 വയസ്സായിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് ഈ 40 വയസ്സത്തെ പ്രണയം എന്ന് നമുക്കറിയില്ല. ഞാൻ ശരിക്കും 43-ാമത്തെ വയസ്സിൽ പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരാളാണ്. അത് സത്യമല്ലോ. അപ്പോൾ ഞാൻ പ്രണയിച്ചതുപോലെയാണോ ഇതിലെ പ്രണയമെന്നും അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇതിൻ്റെ അണിയറയിലും മുന്നിലും ഒക്കെ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. നന്ദി ശ്രീ സോഹൻ സീനുലാൽ. അടുത്തതായി സിനിമയുടെ ഓഡിയോ റിലീസ് നിർവഹിക്കുന്ന നിർമ്മാതാവും അഭിനേത്രിയുമായ ശ്രീമതി ഷീലു ഇബ്രാഹിമിനെ 2 വാക്കുകൾ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ടു ഓൾ. 40കളിലെ പ്രണയം എന്ന ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ തന്നെ ഇപ്പം നമ്മുടെ സോഹൻ സീനുലാൽ പറഞ്ഞ പോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്കും ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട് സിനിമ എന്താണ് എന്നറിയാനുള്ള. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം എനിക്ക് പരിചിതമായ ഒട്ടേറെ മുഖങ്ങൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് കൺഗ്രാജുലേഷൻസ് ആൻഡ് ആശംസകൾ. സിനിമ നന്നായി വരട്ടെ. ഇതിൻ്റെ സംവിധായകൻ ശ്രീ രമേശിനും ഒപ്പം ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച പ്രൊഡ്യൂസേഴ്സ്, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, ക്യാമറ, എല്ലാവർക്കും നന്മകൾ വരട്ടെ. സിനിമകളെല്ലാം വിജയമാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ജനങ്ങളും തിയേറ്ററിലൊക്കെ പോയി സിനിമകൾ വിജയിപ്പിക്കട്ടെ. താങ്ക് യു ഓൾ. അപ്പം ഓഡിയോ ലോഞ്ച് റിലീസ് ചെയ്യാനായിട്ട് ഒരു ഭാഗമാകാൻ സാധിച്ചതിനും എന്നെ ക്ഷണിച്ചതിനും ഒരുപാട് നന്ദി. ടേക്ക് കെയർ. കരുനാഗപ്പള്ളി ഒരു കോടതിയിൽ അയ്യപ്പനും കോശി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലേറ്റായി പോയി അവിടെ നിന്ന് ഇറങ്ങാൻ. പക്ഷെ എന്തായാലും ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. കാര്യം രമേശ് ഈ ഫംഗ്ഷൻ അറിയിച്ചതിന് ശേഷം എല്ലാ ദിവസവും വിളിക്കും. വൈകുന്നേരം ഒരു വിളി രമേശിൻ്റെ ഉറപ്പാണ്. കാര്യം ഇന്ന ദിവസം ഈ പരിപാടിയാണ്, അതൊക്കെ പങ്കെടുക്കണമെന്നും പറഞ്ഞ് നിർബന്ധമായിട്ടും വിളിച്ചേക്കുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി ഒരുപാട് ബ്ലോക്കുകളിലൂടെയൊക്കെ ഓടിയാണ് ഇവിടെ എത്തിയത്. അതിൽ ഈ സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പേരെ പ്രയത്നമുണ്ട്. ഞാനിപ്പോൾ കയറി വരുമ്പോൾ തന്നെ കണ്ടത് മറ്റേ ഷെഹനാസിൻ്റെ ഒരു പാട്ടാണ് കണ്ടത്. അപ്പോൾ ഷെഹനാസ് ഞാനും കൂടി ഇപ്പോൾ ഒരു സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വരുമ്പോൾ തന്നെ ആ കുട്ടീനെ കണ്ടത്. ഏതായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ വരാൻ സാധിച്ചതിലും ഈ ഫംഗ്ഷന് ഒരു ആശംസ അറിയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. രമേശ് ഓൾ ദി ബെസ്റ്റ്. രമേശ് ഒരു വലിയ കഴിവുള്ള കലാകാരനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അവാർഡുകൾ എനിക്ക് വന്നതിൽ ലാസ്റ്റ് കേട്ട അമ്മയെക്കുറിച്ചുള്ള പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഞാനും അമ്മയും തമ്മിൽ ഭയങ്കര സൗഹൃദം. എൻ്റെ അമ്മ എനിക്ക് വലിയ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഉഗ്രം വരികളായിരുന്നു കേട്ടോ. എനിക്ക് അതിലൊരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കും. പടം എല്ലാവരും കാണണം. എന്തായാലും ഞാൻ ആദ്യത്തെ ഷോയ്ക്ക് കാണും. ഓക്കെ ഡിയർ, താങ്ക് യു. എവിടെ തുടങ്ങണമെന്നറിയില്ല. കാരണം എൻ്റെ ആദ്യത്തെ സിനിമ സംഭവിച്ചിട്ട് 8 വർഷമായി. ആദ്യത്തെ സിനിമയിൽ അസോസിയേറ്റ് ആയിട്ടാണ് രമേശ് എൻ്റെ കൂടെ കൂടുന്നത്. ഇവിടെ
പലരും രമേഷിൻ്റെ കഴിവുകളെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ എനിക്ക് അതിശയോക്തിയില്ല. കാരണം രമേഷിന് സാഹിത്യത്തിലുള്ള വൈദഗ്ധ്യവും അദ്ദേഹത്തിൻ്റെ പേരുകൾ തിരഞ്ഞെടുക്കാനുള്ള കഴിവും ഒക്കെ വളരെ പണ്ട് തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപക്ഷെ രമേഷിനെക്കാട്ടിലും സംതൃപ്തനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഒരുമിച്ച് വന്ന കുറച്ച് പേര്, അല്ലെങ്കിൽ എൻ്റെ അസോസിയേറ്റായിട്ട് വന്ന ഒരാൾ അയാളുടെ ആദ്യത്തെ പടത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ അയാളെക്കാട്ടിലും വളരെ പൊക്കത്തിൽ എനിക്ക് നിൽക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അയാളുടെ എല്ലാ വൈകാരികതയും ഞാൻ തിരിച്ചറിയുന്നു. ഇവിടെ ഇതിൽ അഭിനയിച്ച എല്ലാ ആൾക്കാരും നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും ചേരുന്നു. ഇതൊരു വളരെ മികച്ച സിനിമയായി അംഗീകാരങ്ങൾ നേടുന്ന, ഓൾറെഡി എന്തൊക്കെ അംഗീകാരങ്ങൾ നേടിയതായിട്ട് ഞാൻ അറിയുന്നു. ഇനിയും ഏറെ അംഗീകാരങ്ങൾ നേടുന്ന, ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കുന്ന ഒരു വലിയ സിനിമയായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. കൂടി നമസ്കാരം. ഇപ്പോൾ പാട്ട് കേട്ടതിൻ്റെയും ട്രെയിലറും ടീസറും ഒക്കെ കണ്ടതിൻ്റെയും ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. വളരെ ടെക്നിക്കൽ പെർഫെക്ഷനോട് കൂടിയിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ ആണ് ഈ സിനിമ, അതായത് ഒരു മൊത്തത്തിലുള്ള വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാതെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള കാസ്റ്റിംഗ് നടത്തി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സിനിമ ചെറുതും വലുതും എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ പ്രേക്ഷകരാണ്. സിനിമയുടെ മുതൽ മുടക്കല്ല. എത്ര മുതൽ മുടക്കിയാലും ഒരു മോശം സിനിമ എന്ന് പറയാം, അല്ലെങ്കിൽ നല്ല സിനിമ എന്ന് പറയാം. പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇതൊരു വളരെ വലിയ സിനിമയാവട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട രമേശിനും ഇവിടെ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും മറ്റ് സൗഹൃദങ്ങൾക്കും സ്നേഹവന്ദനം. 40കളിലെ പ്രണയം. ഇപ്പോൾ ഓഡിയോ ലോഞ്ച് കണ്ടപ്പോൾ 3 പാട്ട് കാണാനും കേൾക്കാനും കഴിഞ്ഞപ്പോൾ 40കളിലേക്കൊന്ന് തിരിച്ചു വന്നാലോ എന്നെനിക്കും തോന്നിപ്പോയി. 40കളിലെ പ്രണയം, ഒരു പേടിയുമില്ലാതെ, ചിലപ്പോൾ വേദനകളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ ആ സ്നേഹം കിട്ടാതെ വന്നവരായിരിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഏതായാലും 40കളിലെ പ്രണയം നല്ല പ്രണയമായിരിക്കും, പക്വതയുള്ള പ്രണയമായിരിക്കും. ഞാൻ വിചാരിച്ചു ഇതെന്തായിരിക്കും, പക്ഷേ ഇത് ഇപ്പോൾ പാട്ട് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തപ്പോൾ നല്ലത് തന്നെയാണ്. ഒരു ഷോർട്ട് മൂവിയിലൂടെ തുടങ്ങി. ഞാനൊരു ഷോർട്ട് മൂവിയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ രമേശ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊരു സിനിമയായാലോ. ആ നാവ് പൊന്നായാലോ എന്നുള്ള ഒരു സന്തോഷം എനിക്കിപ്പോഴുണ്ട്. കുറച്ച് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, ചേച്ചി നമ്മുടെ സിനിമ മത്സരങ്ങൾക്കൊക്കെ കൊടുത്തു, അതിൻ്റെ വിജയങ്ങളും എന്നോട് വിളിച്ച് പറയാറുണ്ട്. മിക്ക ദിവസവും ഞാൻ വിളിക്കും. പക്ഷേ അതിൻ്റെ മാഹാത്മ്യം കൊണ്ട് ഇത് തിയേറ്ററിൽ എത്തിക്കാൻ ആ സന്മനസ്സും അത് അഭിനയിച്ച ഞങ്ങൾക്കും സന്തോഷമാണ്. നല്ലൊരു കഥാപാത്രം, എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരമ്മ ക്യാരക്ടർ എനിക്ക് തന്നതിനും വളരെ സന്തോഷത്തോടെ ഞാൻ രമേശിന് താങ്ക്സ് പറയുകയാണ്. ഇന്നിവിടെ വന്ന് ഇരിക്കുന്ന എല്ലാവരും, അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ. അഭി എന്നാൽ സംസ്കൃത പദമാണ്, മുന്നോട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നയം, നയിക്കുക. അഭിനയം, മുന്നോട്ട് നയിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു അഭിനേത്രിയോ അഭിനേതാവിനെയോ സംബന്ധിച്ചിടത്തോളം അതെവിടെ വരെ പോകും? ബിറ്റ്വീൻ ദ ഓഡിയൻസ് ആൻഡ് ആക്ടേഴ്സ് ഓൺലി. നമ്മൾ അഭിനയിക്കുന്നിടത്ത് നിന്നും കാണികളുടെ കണ്ണിലും മനസ്സിലും മാത്രമാണ്. അവിടെയാണ് നമ്മുടെ അവാർഡ്. ഓഡിയൻസിൻ്റെ പ്രതികരണമാണ് നമ്മുടെ അവാർഡ്. പേനാമനയ്ക്കിടുന്ന തൽപര കക്ഷികൾക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തികത്തിന് അടിമയാകുന്ന പേനാമനയുടെ മാർക്കല്ല അത്. നമ്മുടെ അവാർഡ് നമ്മുടെ ഓഡിയൻസിൻ്റെ പ്രതികരണമാണ്. ഇത് കണ്ട് 40കളിലെ പ്രണയം കുറച്ച് കലാകാരുടെ കഠിനാധ്വാനം കൊണ്ട് ഒരുപാട് കടമ്പകൾ കടന്നാണ് നാം തിയേറ്ററിലെത്തുന്നത്. അപ്പോൾ
ഇതിനൊരു വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സ്നേഹാദരങ്ങളോടെ ഇതിനകത്ത് അഭിനയിക്കാനും തിരികൊളുത്തുവാനും ഇപ്പോൾ സംസാരിക്കുവാനും സാഹചര്യം തന്ന എൻ്റെ രമേശിനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നന്ദി നന്ദി നന്ദി. നമസ്കാരം. സീൻ സാറ് പറഞ്ഞ പോലെ ഒരു വലിയ ബഡ്ജറ്റ് ചെറിയ ബഡ്ജറ്റുള്ള സിനിമ എന്നൊന്നും ഇപ്പം ഇല്ല. ഞങ്ങൾ നേരത്തെ മാർത്താൻ സാറിനായിട്ട് ഇരുന്ന് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു നല്ല കോണ്ടൻറ്റിനാണ് ഇപ്പോൾ പ്രാധാന്യമുള്ളത്. സ്റ്റാർ വാല്യൂ ഒരുപാട് ബഡ്ജറ്റോ അതിലൊന്നും ഇപ്പോൾ കാര്യമില്ല. ഒരു സിനിമ നല്ലതാണ് തീരുമാനിക്കുന്നത് അത് റിലീസായതിനു ശേഷം. റിലീസാകുന്നതിന് മുമ്പ് വലിയ ബഡ്ജറ്റ് സിനിമയും ചെറിയ ബഡ്ജറ്റ് സിനിമയൊക്കെ സിനിമ തന്നെയാണ്. നല്ല കാമ്പുള്ള കഥയാണെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർ, നമ്മളെ ബുദ്ധിയുള്ള പ്രേക്ഷകരാണ്, അവർ രണ്ട് കൈനീട്ടി സ്വീകരിക്കും. 1-2 ദിവസം കുറച്ചും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും 3-ാം ദിവസം മുതൽ അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് നമുക്ക് കിട്ടിത്തുടങ്ങും. അങ്ങനെ റിസൾട്ട് ഇതിന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല കാമ്പുള്ള കഥയാണെന്ന് ആ ട്രെയിലർ കണ്ടപ്പോൾ തോന്നി. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം. 40കളിലെ പ്രണയം എന്ന സിനിമയിൽ ഈ ഓഡിയോ ലോഞ്ച് ഇവൻറ്റിന് പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ട്രെയിലറും പാട്ടുകളും എല്ലാം മനോഹരമായിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയത് ലാസ്റ്റത്തെ പാട്ടാണ്, അമ്മയുമായിട്ടുള്ള. സോ ഈ സിനിമ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. പിന്നെ ഡയറക്ടർ സർ, പിന്നെ ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു. എന്താ പറയണ്ടെന്നറിയില്ല. ഇത് ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ ഇവിടെ വരെ എത്താനുള്ള അത് ഓർക്കുമ്പോഴും, പിന്നെ ഇപ്പം ഈ പാട്ട് കാണിച്ചു, ട്രെയിലർ കാണിച്ചു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഒരവസ്ഥയാണ്. മാനസികാവസ്ഥയാണ്. കാരണം വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ പറഞ്ഞതുപോലെ എന്താ പറയണ്ടെന്നറിയില്ല. സിനിമ എന്ന വലിയ ലോകത്തേക്ക് ഒരു തുടക്കക്കാരനുണ്ടാകുന്ന ആ ഒരു പ്രതിസന്ധിയോ വിഷമോ ഒക്കെ ആയിരിക്കാം ഇപ്പം എൻ്റെ മനസ്സിൽ. നിങ്ങളുടെയൊക്കെ മുന്നിൽ ഒരു തുടക്കക്കാരന് ഉണ്ടാകുന്ന ആ ഒരു മാനസികമായ വിഷമങ്ങളിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഭാഗമാകുവാൻ ദൈവം സഹായം തന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമാകുകയും ഇത്രത്തോളം റിലീസ് വരെ എത്തിക്കുവാനുള്ള സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ഒത്തിരി ആൾക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാര്യം അതിൻ്റെ പിന്നണി അല്ലെ ക്രൂ, സംവിധായകൻ എല്ലാവരും ഉണ്ട്. ഇനിയും ഇത് തീർച്ചയായിട്ടും എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, പ്രത്യേകിച്ചും ജനങ്ങളാണ്, കാണികളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഏവരെയും ഹൃദയം നിറഞ്ഞ ആ ഒരു സപ്പോർട്ട് ഈ തുടക്കക്കാർക്ക് ഉണ്ടാകണമെന്ന് ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. സംസാരിക്കുന്നതിന് മുമ്പ് ലിനോയെ കുറിച്ച് എനിക്ക് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. കാരണം ഇവരൊക്കെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിലും സാരമില്ല. കാരണം തല്ലി അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി കൂടെ പോകുന്നവരാണ് ഞങ്ങൾ. പക്ഷെ ലിനോയ് ഈ സിനിമയുടെ എഡിറ്ററാണ്, കളറിസ്റ്റാണ്. സത്യം പറയാൻ എൻ്റെ മനസ്സ് കരയുന്നത് കാണുന്ന ഒരാളാണ്. ഈ ചില കാര്യത്തിൽ നമ്മൾ പറയാം, ഈ സിനിമയുടെ തുടക്കത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ ദൈവം പ്രപഞ്ചമാണെന്ന്. ആ പ്രപഞ്ച ശക്തിയാണ് ലിനോയെ എന്നിലേക്ക് എത്തിച്ചത്. കാരണം ലിനോയ് എനിക്ക് തോന്നുന്നു കുറേ നാളായി ഉറങ്ങിയിട്ട്. കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പൊട്ടും പൊടിയും ഉൾപ്പെടെയുള്ള എല്ലാ ജോലികളും
ഒരു മനുഷ്യനിരുന്ന് പകലറിയുന്നില്ല, രാത്രി അറിയുന്നില്ല, ഭക്ഷണം അറിയുന്നില്ല, ഊണ് കഴിച്ചോന്ന് ചോദിക്കുമ്പോഴോ അയ്യോ ചേട്ടാ മറന്നുപോയി എന്ന് എൻ്റെ ഇടയ്ക്ക് പറയുന്നത്. അത്രത്തോളം എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, ഒരു പക്ഷേ എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഈ സിനിമയുടെ എഡിറ്ററും കളറിസ്റ്റുമായ ലിനോയ്. ലിനോയിയെ എനിക്ക് അങ്ങനെ പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. ഈ സിനിമയുടെ ആത്മാവാണ് ലിനോയ്. ലിനോയ് 2 വാക്ക് പറയട്ടെ. നമസ്കാരം. ഞാൻ സംസാരിക്കാൻ ഭയങ്കര വീക്കാണ്. എന്നെ ഈ സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് പ്രശാന്ത് ഏട്ടനാണ്. പ്രശാന്ത് ഏട്ടൻ എത്തിയിട്ടുണ്ട്. പ്രശാന്ത് ഏട്ടന് വലിയൊരു താങ്ക്സ് പറയുന്നു. അതുപോലെ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന രമേശ് ഏട്ടനോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുറച്ച് അധികം നാളത്തെ വളരെയധികമുള്ള കഷ്ടപ്പാടാണ് ഫെബ്രുവരി 13 റിലീസാവുന്നത്. എല്ലാവരും കാണണം, ബാക്കിയുള്ളവരോട് കാണാൻ പറയണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ സിനിമ. ഒരു കുഞ്ഞു പടത്തിലേക്ക് രമേശ് എന്നെ വിളിക്കുകയാണ്. ഒരു 3 വർഷം മുമ്പ്, അല്ലേ, 3 വർഷം മുമ്പ് 2023 ഒക്ടോബറിലാണ് ഇതിൻ്റെ ഷോർട്ട് ഫിലിം എന്ന രീതിയിലാണ് തുടങ്ങിയത്. 12 മിനിറ്റുള്ള ഷോർട്ട് ഫിലിമിലേക്ക് എന്ന് പറഞ്ഞാണ് വിളിച്ചത്. 2 ദിവസത്തെ ഷൂട്ട് എന്നും പറഞ്ഞ് അവിടുന്ന് തുടങ്ങിയ യാത്രയാണ്. പക്ഷേ രമേശിൻ്റെ സ്വപ്നങ്ങൾ ഞങ്ങൾ ഒരുപാട് സംസാരിക്കാറുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് സിനിമകളെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ചെയ്യാറുള്ള സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ അതിൽ ചെല്ലാതിരിക്കാനും നമുക്ക് പറ്റില്ല. അങ്ങനെ ചെന്ന് 2 ദിവസം അഭിനയിച്ച് ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞു പോകുന്നതാണ്. പിന്നീട് അവിടെ നിന്ന് കാണുന്നത് ആ സിനിമയുടെ വളർച്ചയാണ്. അന്ന് കിട്ടിയ സൗഹൃദങ്ങളാണ് ജെറിയും അമ്മയും പിന്നെ ആശയൊക്കെ. പിന്നെ ആ സിനിമ പടർന്ന് പന്തലിച്ചു, പൂത്തുലഞ്ഞ് പ്രണയത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളോടും കൂടി പ്രേക്ഷകരിലെടുത്തുകയാണ്. നമ്മുടെ എല്ലാവരുടെ ഒരു കൂട്ടായ്മയാണിത്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ കണ്ട് വിജയിപ്പിക്കണം. അതാണ് ഒരു സംവിധായകന്, ഒരു പുതുമുഖ സംവിധായകൻ്റെ എല്ലാ പ്രശ്നങ്ങളോടും മാനസികാവസ്ഥയിലുമാണ് രമേശ് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഇന്നലെ തൊട്ട് ഞാൻ കേൾക്കുന്നതാണത്. ഇന്നലെ ഇതിൻ്റെ ഇൻ്റർവ്യൂസ് കൊടുക്കുമ്പോഴെല്ലാം പറയും എൻ്റെ തലയിൽ കൂടെ വണ്ടി ഓടുവാണ്, അതുപോലെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ്. ആ അവസ്ഥ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ റിട്ടേൺ എന്ന് പറയുന്നത് അത് കണ്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെയും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുകയും വേണം. അത് കണ്ടാൽ മാത്രം പോരെ, നല്ലതാണെങ്കിൽ നിങ്ങളത് പറയുകയും വേണം. അതാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ റിട്ടേൺ എന്ന് പറയുന്നത്. എല്ലാവർക്കും നമ്മുടെ ടീമിന് എല്ലാവിധ ആശംസകളും. നല്ല വിജയമാവട്ടെ. ജെറി, ആശ, രമേശ്. താങ്ക് യു. ട്രെയിലറും സോങ്സും എല്ലാം നമ്മളെല്ലാവരും കണ്ടു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് രമേശ് വരികൾ എഴുതുമെന്നും എനിക്കറിയത്തില്ലായിരുന്നു. നല്ല ബ്യൂട്ടിഫുള്ളും അതേപോലെ നല്ല പ്രോ ആയിട്ടുള്ള ഒരു അപ്രോച്ചും എല്ലാം ഉണ്ട്. ഏതായാലും ഇത് നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഉണ്ടാക്കിയ കഥകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരം സിനിമകളാണ് നമുക്കിപ്പോൾ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു ആത്മാവുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ വീണ്ടും ഒരു അനുഭവമായി എല്ലാവർക്കും മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും എൻ്റെ ആശംസകൾ. പ്രത്യേകിച്ച് രമേശ് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്താണ്. ലിനോയ് മറ്റൊരു സുഹൃത്താണ്. അപ്പോൾ ഇവർക്കൊക്കെ ഈ സിനിമ ഒരു ബ്രേക്കാവട്ടെ, സിനിമ വലിയൊരു വിജയമാകട്ടെ. പിന്നെ വാലന്റൈൻസ് ഡേ വരികയാണ്, അല്ലേ, 13th അല്ലേ നമ്മുടെ റിലീസ്. സോ പ്രണയം പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ സിനിമയും റിലീസാവട്ടെ. ആ പ്രണയം എല്ലാവരിലേക്ക് പടരട്ടെ. അപ്പം എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് എല്ലാവരെയും അറിയില്ല, ആകെക്കൂടി അറിയുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ സുഹൃത്ത് രമേശ് സാറിനെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ചോദിച്ചത്, ഇങ്ങനൊരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല ഞാൻ ചോദിക്കുകയുണ്ടായി. കാരണം ഞാൻ എപ്പോഴും എഴുത്തുകളിലാണെങ്കിലും നൃത്തത്തിലാണെങ്കിലും റീലിലാണെങ്കിലും എല്ലാം എൻ്റെ സബ്ജക്റ്റ് പ്രണയമാണ്. അപ്പോൾ ഇത്രയും പ്രണയമുള്ള ഒരാൾ ഇവിടെ അടുത്തുണ്ടായിട്ട് എന്തുകൊണ്ട് ഓർത്തില്ല എന്നുള്ളത് ചോദിക്കണം. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഓരോ തരത്തില ഇപ്പം 2-3 വർഷം മുൻപാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിനൊരു മാനസികമായിട്ട് പാവപ്പെട്ടിരുന്നില്ല. എൻ്റെ അമ്മയൊക്കെ മരിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കാം. അപ്പം അതെന്തോ ആവട്ടെ,
നിങ്ങളെല്ലാവർക്കും ഞാൻ കണ്ടില്ല, ഞാൻ അവിടുന്ന് ഊബർ വഴിയാണ് വന്നപ്പോൾ 2-3 ഊബർ വിട്ടിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്തായാലും സിനിമ നേരത്തെ ഏതെല്ലാം ഒന്ന് കാണുന്നതായിരിക്കും, നല്ല അഭിപ്രായം പറയുന്നതായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും നല്ല റിവ്യൂ കൊടുക്കുന്ന ആളാണ്, അതെല്ലാവർക്കും അറിയാം. സത്യസന്ധമായിട്ട് പറയുന്ന ആളാണ്, സത്യസന്ധമായിട്ട് എഴുതുന്ന ആളാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അമ്മയെ കാണാൻ പറ്റിയൊരു സന്തോഷവും. കാരണം നമുക്ക് അമ്മയെ ആലോചിക്കുമ്പോൾ ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുത്തിട്ട് ആ പറമ്പേ പോയിരുന്നു അല്ലേ, ആ ഡയലോഗ് എല്ലാം ഓർമ്മ വരിക. അപ്പോൾ അതൊരു നടിയുടെ വലിയൊരു അംഗീകാരമാണ്. കാരണം നമ്മൾ ആ ഡയലോഗിൽ കൂടെ അവർ ചെയ്ത കഥാപാത്രത്തിൽ കൂടെ ഒരാളെ ഓർക്കുക എന്ന് പറഞ്ഞാൽ സൂപ്പർ. അപ്പോൾ ടീം തന്നെ സൂപ്പറാണെന്ന് എനിക്ക് മനസ്സിലായി അമ്മ കണ്ടപ്പോൾ. അപ്പം എല്ലാവർക്കും ആശംസകൾ, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ സിനിമ ഒരു വൻ വിജയമാവട്ടെ. ഇനി നമ്മൾ കാണുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു 100ാം ദിവസമൊക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും നേരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. നിങ്ങളിൽ ആർക്കെങ്കിലും എന്നെ പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന ഒരേ ഒരു പാപം കവിത എഴുതുന്നു എന്നത് മാത്രമാണ്. കുറേ നാൾ ബാങ്കിൽ ജോലി ചെയ്തു. ബാങ്കിൽ ജോലി ചെയ്യുമ്പോഴും കവിതയെ ഒപ്പം കൂട്ടാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാഫല്യം. രാജൻ കൈലാസ് എന്ന പേരിലാണ് എഴുതാറുള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ, ഇവിടെ ഞാൻ സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ചല്ല, എങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ രമേശ് എന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നീ നിഷേധിക്കാൻ പറ്റുന്നില്ല. രമേശിനെ ഏറ്റവും കൂടുതൽ ഇവിടെ പരിചയമുള്ള ആൾ രമേശിൻ്റെ അമ്മയും ജ്യേഷ്ഠനും കഴിഞ്ഞാൽ, അമ്മയും ജ്യേഷ്ഠനും കഴിഞ്ഞാൽ ഞാനായിരിക്കും. കാരണം മകളും ഭാര്യയൊക്കെ പിന്നെ വന്നവരാണ്. രമേശ് 10ാം ക്ലാസ്സിൽ പഠിച്ചു കഴിയുമ്പോൾ ആ മാഗസിൻ്റെ പേരെന്തായിരുന്നു, സ്മൃതിപഥം എന്നൊരു ചെറുമാസിക നടത്തിയിരുന്നു. നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കും അതൊക്കെ. അത് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയും അക്ഷരത്തെറ്റ് മാറ്റി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പണി എനിക്കായിരുന്നു. ഞാൻ ചാരുമൂട് ഫെഡറൽ ബാങ്കിലായിരുന്നു. രമേശ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കവി തന്നെയാണ്. രമേശിൻ്റെ പല കവിതകളും പിന്നെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഞാൻ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പല മാസികകളിലും വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പല കോപ്പികളും എൻ്റെ കയ്യിലുണ്ട്. രമേശിൻ്റെ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഒരു അത്ഭുതവും തോന്നിയില്ല. കാരണം രമേശ് എൻ്റെ മനസ്സിൽ സിനിമാക്കാരനേക്കാൾ വലിയത് കവിയായിട്ടാണ് നിലകൊള്ളുന്നത് ഇപ്പോഴും. രമേശിനോട് ഒരു കവിതാ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഞാൻ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള കവിതകളും കയ്യിലുണ്ട്. അത് പുസ്തകമാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താമസിയാതെ. പിന്നെ ഈ സിനിമ 40കളിലെ പ്രണയത്തെക്കുറിച്ച് എനിക്കും ആകാംക്ഷ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഈ സിനിമയുടെ പേര് 60കളിലെ പ്രണയം എന്നാക്കുക, കാരണം ഞാൻ ആ പ്രണയത്തിൽ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒത്തിരി പ്രണയകഥകൾ എഴുതിയിട്ടുള്ള ആളാണ്. അതിൽ വളരെ, നിങ്ങൾ ഫേസ്ബുക്ക് നോക്കിയാൽ അറിയാം, നിങ്ങൾ എത്ര പേര് നോക്കുമെന്ന് എനിക്കറിയില്ല. വളരെ ശ്രദ്ധേയമായ ഒരു കവിതയുടെ പേര് ഒരു പ്രണയത്തിൻ്റെ ആമുഖം എന്നൊരു കവിതയാണ്. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ എന്നെക്കാൾ 10-20 വയസ്സ് താഴെയുള്ള ഒരു പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൊച്ചു കവിത എഴുതിക്കൊണ്ട് തരും, ഞാൻ കവിയാണെന്ന് അറിഞ്ഞുകൊണ്ട്. അവസാനം ആ കുട്ടിക്ക് വലിയ പ്രണയമായി. എനിക്ക് ഭാര്യയും 2 പിള്ളേരും ഉള്ളവരാണെന്നൊക്കെ അവൾക്കറിയാം. എങ്കിലും ഞാൻ ആ പ്രണയത്തിൽ നിന്നും മാറാൻ ഒരുപാട് പാടുപെട്ടു. കാരണം അവളെ ഒഴിവാക്കാൻ ഒരുപാട് പാടുപെട്ടു. ഞാൻ എൻ്റെ ഭാര്യയെ കൂടി ഇരുത്തിക്കൊണ്ട് ആദ്യമായിട്ടാണ് ഈ സംഭവം പറയുന്നത് തന്നെ ഇവിടെ. കാരണം അവൾക്കറിയാം, ആ പെൺകുട്ടിയെ കൂടി അറിയാം. ഇന്നിനി വഴക്കാവുന്നില്ലേ? ആ ആ കവിതയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. ആ പ്രണയത്തിൻ്റെ ആമുഖം എന്നുള്ള കവിത അച്ചടിച്ചു വന്ന കവിതയാണ്. പിന്നെ അവസാനം അത് തീരുന്നത് തന്നെ നമുക്ക് പ്രണയത്തിൻ്റെ ഒരു മഹത്തായ അർത്ഥത്തിലേക്കാണ്. ആകാശവും ഭൂമിയും പോലെ നമുക്ക് പ്രണയിക്കാം. അതായത് ഒരിക്കലും കൂട്ടിമുട്ടില്ലല്ലോ ആകാശവും ഭൂമിയും എന്നാണ് ആ കവിത അവസാനിക്കുന്നത് തന്നെ. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇവിടെ മുൻപ് സംസാരിച്ച ആൾ സൂചിപ്പിച്ച പോലെ തന്നെ കാശോടക്കല്ല ഒരു സിനിമയുടെ മഹത്വം. നമുക്കറിയാം, അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്ത ഒരു വലിയ വ്യവസായിയുടെ കോടിക്കണക്കിന് രൂപ മുടക്കിയ സിനിമ പലതും പരാജയപ്പെട്ടു പോയി എന്നുള്ള കാര്യം നമ്മൾ വായിച്ചു. ഇവിടെ അത്യധികം കോടിക്കണക്കിന് രൂപയുടെ ഒന്നും മുടക്കില്ലാതെ ഇറക്കിയ ഈ സിനിമ, ഇവിടെ ഞാനിതിൻ്റെ ഒരു ആദ്യ രൂപം കണ്ടതാണ് ചെങ്ങന്നൂർ വെച്ച്.
അന്ന് കണ്ടതിലേക്ക് ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ, മനോഹരമായ ചിത്രീകരണം, നല്ല അഭിനയം, എല്ലാം കൊണ്ടും വളരെ മനോഹരമായ സിനിമ വിജയിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സിനിമ വിജയിച്ചു കഴിഞ്ഞു, പിന്നെ സാമ്പത്തികമായ വിജയമാണ് ഇനി നമുക്ക് അടുത്ത് വേണ്ടത്. അതിന് വേണ്ടത് നമ്മുടെയൊക്കെ സഹകരണമാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാകും. നമ്മുടെ എല്ലാ പക്ഷത്തു നിന്നും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഞാനും എൻ്റെ ഭാര്യ ലക്ഷ്മിയും, മകൾ ഗംഗ കൈലാസും, കൊച്ചുമകൻ രോഹനും ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ 7 മണിക്ക് തിരിച്ചു പോകാം എന്ന് കരുതി വന്നതാണ്. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞു. മകൾക്ക് ചില അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് തിരിച്ചു പോകേണ്ടതുണ്ട്. ഞങ്ങൾ ഉടനെ തിരിച്ചു പോകും. എന്തായാലും 2 വാക്ക് പറയാൻ അവസരം കിട്ടിയതിൽ സന്തോഷം. രമേശന് എല്ലാ ഭാവങ്ങളും നേരുന്നു. അടുത്തൊരു വലിയ സിനിമ, ആ സിനിമയുടെ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പറയണോ? പറയുന്നില്ല. ഒരു സിനിമയുടെ മനസ്സിലുണ്ടൊരു സിനിമ. തീർച്ചയായിട്ടും ആ സിനിമയും ഇതുപോലെ തന്നെ വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ കേട്ട നിങ്ങളോട് നന്ദിയും നമസ്കാരവും രേഖപ്പെടുത്തുന്നു. നനച്ചിരിക്കാതെ വന്നൊരു പാട്ടായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ഒരു കോള് വരികയായിരുന്നു. അങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ടാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. ഇതിൽ നിങ്ങൾ കേട്ട 2ാമത്തെ പാട്ടാണ് ഞാൻ പാടിയിരിക്കുന്നത്, മായൊന്ന രാവിൻ്റെ എന്ന് പറഞ്ഞ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സോങ്. ഒരു ഗസൽ മോഡിൽ പോകുന്ന ഒരു പാട്ടായിരുന്നു. അപ്പം ഞാനും ഒരുപാട് എൻജോയ് ചെയ്ത് പാടിയ ഒരു പാട്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ മേക്കിംഗ് എ പാർട്ട് ഓഫ് ദിസ് രമേശ് ചേട്ടാ. അപ്പോൾ നല്ലൊരു നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ നല്ലൊരു വിജയം കൈവരിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. എൻ്റെ പേര് കാഞ്ചന എന്നാണ്. ഇതിൽ നേരത്തെ രമേശ് സാറ് പറഞ്ഞ 3 പാട്ടുകൾ കാണിച്ചിട്ടില്ല. അതിലൊരു പാട്ട് എൻ്റേതാണ്. ഈ 40കളിലെ പ്രണയത്തിലേക്ക് എനിക്ക് ഇതുപോലെ അമൃത ചേച്ചി പറഞ്ഞ പോലെ പെട്ടെന്നായിരുന്നു ഗിരീഷ് ഏട്ടൻ വിളിക്കുന്നത്. ഇതിൽ മ്യൂസിക് ഡയറക്ടറിൻ്റെ പേര് എടുത്തു പറയണം. കാരണം 6 പാട്ടും ഒരു രക്ഷയില്ല. നല്ല മെലഡീസാണ് 6 പാട്ടുകളും. അത് മൊത്തം ട്രാക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ എല്ലാവരും എല്ലാ പാട്ടുകളും കേൾക്കണം. ഈച്ച് ആൻഡ് എവ്രി സോങ് കേൾക്കേണ്ട നല്ല സോങ്സാണ്. അപ്പം അതിലൊരു സോങ് പാടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എൻ്റെ ആ സോങ്ങിൻ്റെ വീഡിയോ ഞാൻ ഫിലിം ആക്ച്വലി പ്രിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഫിലിം കണ്ടിറങ്ങുമ്പോൾ ഞാൻ ഉറപ്പ് നൽകും, നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമം അവിടെ ആയിരിക്കും നമ്മൾ ഇറങ്ങുന്നത്. വല്ലാത്തൊരു ഫീലിംഗ് ആണ്. എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ആയിട്ടാണ് ഞങ്ങളത് കാണാൻ പോയിരുന്നത്. അപ്പം അച്ഛനും ഇത് തന്നെയാണ് പറഞ്ഞത്, വല്ലാത്തൊരു നമുക്ക് വേദനയാണോ, നമുക്ക് ആ ഇമോഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പം ഇത് നല്ലൊരു മൂവിയാണ്. നിങ്ങളെല്ലാവരും 13th ഇത് പോയി തന്നെ കാണണം. എല്ലാവിധ വിഷസും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ശ്രേയ എവിടെയോ ഉണ്ട്. ഇതിലെ ആ തേനോളം രുചിയുള്ള എന്നുള്ള പാട്ടിലെ ഗിരീഷിന്റെ കൂടെ മ്യൂസിക് ഡയറക്ടറുടെ കൂടെ പാടിയ ആളാണ് ശ്രേയ അന്ന ജോസഫ്. വലിയ ശബ്ദത്തിൻ്റെ ഉടമ. എനിക്കുള്ളൊരു കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. ആദ്യം തന്നെ ഇവിടെ സംസാരിക്കാൻ ഒരു അവസരം തന്നതിന് രമേശ് സാറിനോടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരും പറഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഗിരീഷ് സാർ വിളിച്ച് ഇതിൻ്റെ ഒരു ഭാഗമായതാണെന്ന്. എൻ്റെ കഥയും വലിയ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഗിരീഷ് സാറിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടി വന്നതാണ്. ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ സോളോ പാട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ അതിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടി വന്നപ്പോൾ ജസ്റ്റ് സാറ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് സാറിനോട് സംസാരിക്കാനായിട്ട് ഞാൻ ചെന്നപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് അവിടെ വെച്ച് പ്ലാൻ മാറ്റി ഒരു ഡിവറ്റ് ആക്കാം, കൊച്ചും കൂടി ഇതിൽ പാടണം എന്നൊക്കെ തീരുമാനിക്കുമായിരുന്നു. രമേശ് സാറിനെ പെട്ടെന്ന് എൻ്റെ പാട്ടൊക്കെ കേൾപ്പിച്ച് സാറിന് ഇഷ്ടപ്പെട്ട്, അതുപോലെ ആശ ചേച്ചി ഉണ്ടായിരുന്നു, 2 പേർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല എൻ്റെ സൗണ്ട് എങ്ങനെയായിരിക്കും. അതായത്
ഇതിൻ്റെ വീഡിയോ വരുമ്പോൾ അവർക്ക് ചേരുന്ന ശബ്ദമായിരിക്കുമോ അങ്ങനെയൊക്കെ ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരുടെ ഒരു സ്വപ്നമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. എൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ അന്ന് പ്രിവ്യൂ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്നെക്കാളും ഒരുപാട് ഞാനൊരു സിനിമ പാടി കേൾക്കണം എന്ന് ആഗ്രഹിച്ച ആൾ എൻ്റെ അപ്പയാണ്. അന്ന് പ്രിവ്യൂവിന് കാണാൻ അപ്പ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് പാട്ട് എല്ലാം കേൾക്കാൻ പറ്റി. ഇവിടെ 3 പാട്ട് പ്ലേ ചെയ്യത്തോളം എന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് വിഷമമുണ്ടായിരുന്നു. കാരണം ഇനി എൻ്റെ പാട്ടില്ലെങ്കിൽ ഇപ്പോഴും കേൾക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇപ്പോഴും കേൾക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ആ 3 പാട്ടുകളിൽ ഒന്ന് ആയിട്ട് അത് ആദ്യത്തെ പാട്ടായിട്ട് പ്ലേ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. ഇത് സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് അങ്ങനെ കണ്ട് മറന്ന് പോകാനായിട്ടുള്ള ഒരു സിനിമയല്ല. ഇത് കണ്ടാൽ കുറച്ച് നേരം നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കും. നമുക്ക് കുറച്ച് ചിന്തിക്കാനുണ്ട്. അങ്ങനെ ഒരു സിനിമയാണിത്. ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി വേണം എല്ലാവരും ഈ ഒരു സിനിമ കാണാൻ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എനിക്ക് ഇതിലൊരു അവസരം തന്ന ഗിരീഷ് സാറിനോടും രമേശ് സാറിനോടും ജെറി അങ്കിൾ, ആശ ചേച്ചി എല്ലാവരോടുമുള്ള നന്ദി പറയുകയാണ്. താങ്ക് യു. തേനോളം രുചിയുള്ളൊരു ചുംബനമിനി വേണം, ഉടലാകെ ഓരം ചേരും ഋതുഭാവം വേണം. തേനോളം രുചിയുള്ളൊരു ചുംബനമിനി വേണം, ഉടലാകെ ഓരം ചേരും ഋതുഭാവം വേണം.